വെൽക്കം ടു മൈ ചാനൽ ഡിവൈൻ ലോക. ഈ വർഷം വിഷു മേടം 1-ാം തീയതി അല്ലാതെ 2-ാം തീയതി വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, മേടം 1-ാം തീയതി നമ്മൾ പുലർച്ചെ മീനരാശിയിൽ നിന്ന് മേടരാശിയിലേക്ക് സംക്രമം നടക്കുന്നില്ല. അതായത് സൂര്യൻ ഉദിച്ചതിന് ശേഷം സംക്രമം നടക്കുന്നതുകൊണ്ടാണ് അത് 2-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിഷുക്കണി രാവിലെ കണ്ടതിന് ശേഷം കൈനീട്ടം എങ്ങനെ കൊടുക്കണം, വിഷുക്കണി കണ്ടതിന് ശേഷം ഉറങ്ങാൻ പാടുണ്ടോ എന്നിങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു വിഷുക്കണി കണ്ട് അന്ന് പുലർച്ചെ നമ്മൾ 4-നും 5-നും ഇടയ്ക്കുള്ള സമയത്താണ് ശരിയായ വിഷുക്കണി കാണാനുള്ള സമയം. മുതിർന്ന വീട്ടിലുള്ള ആളുകൾ കുട്ടികളെ, അവർ താഴെയുള്ളവരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി മുഖം കഴുകി വായ കഴുകി കണ്ണ് പൊത്തിപ്പിടിച്ചിട്ട് വേണം വിഷുക്കണി വെച്ചിരിക്കുന്ന റൂമിലോ പൂജാമുറിയിലോ ചെന്ന് അവിടെ വെച്ച് കണ്ണ് തുറന്ന് കാണിക്കണം. അപ്പോഴാണ് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുക എന്നതാണ് നമ്മളെ പാരമ്പര്യമായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ എപ്പോഴും ചെയ്തു പോരേണ്ട ഒരു സംഗതികൾ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ കണി കണ്ട ഉടനെ കൈനീട്ടം കൊടുക്കേണ്ട രീതി, വെറ്റില അടയ്ക്കുക, അതിൽ എന്താണോ നമ്മുടെ കയ്യിലുള്ള കോയിൻസ് അത് മുതിർന്ന ആളുകൾ കുട്ടികൾക്ക് കൊടുക്കണം. പിന്നെ കൈനീട്ടം വാങ്ങുന്ന സമയത്ത് തന്ന ആളുടെ കാൽ തൊട്ട് വന്ദിക്കുന്ന പതിവെല്ലാം ഉണ്ട്. അപ്പോഴാണ് ആ കൈനീട്ടത്തിന് നല്ലൊരു ഗുരുത്വം ഉണ്ടാവുക, നല്ലൊരു ബലം ഉണ്ടാവുക. അപ്പോൾ ഈ വർഷത്തെ വിഷുഫലം നിങ്ങൾക്ക് നല്ലൊരു അനുകൂലമായ ഫലങ്ങൾ തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ കൈനീട്ടം കൊടുക്കുന്നവരും അത് നല്ല വൃത്തിയായി ഭംഗിയായി ചെയ്യുക. പിന്നെ നമ്മൾക്ക് അറിയാനുള്ളത്, വിഷു കൈനീട്ടം കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ളത് പടക്കങ്ങൾ പൊട്ടിച്ചും ആഘോഷിച്ചും നമ്മുടെ സമയം കളയണം. അതായത് വിഷുക്കണി കണ്ടതിന് ശേഷം ഉറങ്ങിയാൽ ആ വിഷുഫലം നഷ്ടപ്പെടും എന്നാണ് പഴയ കാലങ്ങളിലുള്ള പാരമ്പര്യമായിട്ട് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പടക്കം, കമ്പിത്തിരി, മത്താപ്പ് പോലുള്ളതൊക്കെ കത്തിച്ച് അവരെ ഒരു സമയം കളയാൻ വേണ്ടിയാണ്. നേരം നല്ലപോലെ പുലർന്നതിന് ശേഷം മാത്രമേ കുട്ടികൾ വേണമെങ്കിൽ ഉറങ്ങാം. അപ്പോൾ കമ്പിത്തിരിയും പൂത്തിരിയും കത്തിച്ച് കുട്ടികൾ ഈ വിഷുക്കാലം അങ്ങോട്ട് ആഘോഷിച്ച് അടിച്ചു പൊളിക്കട്ടെ. പിന്നെ നമ്മൾ തലേ ദിവസം തയ്യാറാക്കി വെച്ചിരിക്കുന്ന, വീട്ടിലെ അമ്മമാർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അപ്പം, അതായത് വിഷു അപ്പം, അതെല്ലാം ഉണ്ടെങ്കിൽ അത് എല്ലാം കഴിച്ച് കാലത്ത് നല്ല കുളി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുതിർന്ന വീട്ടമ്മമാർ വിഷുവിനുള്ള ഭക്ഷണം ഒരുക്കേണ്ടുന്ന ആ തിരക്കുകളിലേക്ക് പോവുകയും പിന്നെ കുട്ടികളെ ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. വീട്ടിലെ മുതിർന്ന പുരുഷന്മാർ നേരം വെളുത്തതിന് ശേഷം പറമ്പിലോ ഒക്കെ പോയി നമ്മുടെ കൃഷിയിടങ്ങളിൽ പോയിട്ട് കൃഷിയുമായിട്ട് കുറച്ച് അതിനുള്ള ജോലികൾ ചെയ്യാം. അതായത് വിഷു എന്നത് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട നല്ലൊരു ഉത്സവമാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് അതാണ് ആചരിച്ച് പോരുന്നത്. എന്തായാലും ഈ വർഷത്തെ വിഷുഫലം നിങ്ങൾക്ക് നല്ലൊരു ഗുണമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വർഷം ബുധനാഴ്ച വിഷു വരുന്നത് കൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവസമാണ്. അതുകൊണ്ട് വലിയ ഒരു ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. എൻ്റെ ഡിവൈൻ ലോക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.